എടി ഞാൻ ഇറങ്ങുവാണേ. അതെ, ഇന്ന് മോളുടെ ബർത്ത്ഡേയാ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കേക്ക് മേടിച്ചോണ്ട് വന്നില്ല. ഇന്ന് വരുമ്പോ കേക്ക് മേടിച്ചോണ്ട് വരണം കേട്ടാ. അച്ഛൻ ഒരുപാട് നാള് സുഖമില്ലാതെ കിടക്കുമല്ലായിരുന്ന മോളെ. ഇന്ന് തൊട്ട് അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്. വൈകിട്ട് കൂലി കിട്ടുമ്പോ നമുക്ക് കേക്ക് വാങ്ങിക്കാം. എങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ. പറഞ്ഞോ. ആരോമലെ, ഇന്ന് എന്റെ ബർത്ത്ഡേയാ. വൈകിട്ട് അച്ഛൻ കേക്കും കൊണ്ടുവരും. വരണം കേട്ടാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വൈകിട്ട് വരാം കേട്ടോ. അതെ, എന്റെ ബർത്ത്ഡേയാ. വൈകിട്ട് അച്ഛൻ കേക്ക് കൊണ്ടുവരും. വരണം കേട്ടോ. ഇന്ന് എന്റെ അച്ഛൻ കേക്ക് മേടിച്ചോണ്ട് വരുവേ. അയ്യോ, ഇതെന്നാ പറ്റി? ഇത് എന്ത് പറ്റിയതാ? വണ്ടി ഒന്ന് തട്ടിയതാടി. കേക്കൊക്കെ മുറിച്ചോടി? ഇല്ല, അച്ഛനെ വണ്ടി ഇടിച്ച്, അതുകൊണ്ട് കേക്ക് മേടിക്കാൻ പറ്റിയില്ല. സാരമില്ലടി, നിന്റെ അച്ഛന്റെ അസുഖം മാറിക്കഴിയുമ്പോ നമുക്ക് കേക്ക് മുറിക്കാം. എന്തു പറ്റിയടാ? പാവം നീയാപ്പൻ. അവളുടെ ബർത്ത്ഡേക്ക് അവൾ കേക്ക് മുറിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച, പക്ഷെ അവളുടെ അച്ഛനെ വണ്ടി ഇടിച്ചോണ്ട് അവൾക്ക് കേക്ക് മുറിക്കാൻ പറ്റിയില്ല. നീ എന്താണ് ഈ കുടുക്കൊക്കെ ആയിട്ട്? ഞാൻ ഈ പൈസ കൊണ്ട് നീയാപ്പൻ ഒരു കേക്ക് മേടിച്ചു കൊടുത്തോട്ടെ. കൊണ്ടുപോയിക്കടാ, അവൻ സഹായിക്കാൻ പോണു. എന്താ ആരോമലെ? ശരിക്കും ഈ ദൈവം കൊണ്ടോ അച്ഛൻ? ആരാ പറഞ്ഞ ദൈവം ഇല്ലാന്ന്? അവിടെ സങ്കടം കണ്ടപ്പോ നീ നിന്റെ കുടുക്ക വരെ പൊട്ടിച്ചവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചില്ലേ? അത് നിന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാണ്. ആ നന്മയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ദൈവം നേരിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മളിലൂടെ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വലിയ സന്തോഷം നൽകാൻ സാധിച്ചാൽ അത് മതിയടാ നമ്മുടെ ജീവിതത്തിൽ. നവീന്റെ വീടാണോ? അതെ, ഒരു കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. കേക്കോ? ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല, ഓൾറെഡി പെയ്ഡ് ആണ്. പെയ്ഡ്? അച്ഛൻ കേക്ക്. ആരോമലെ, എനിക്ക് കേക്ക് കിട്ടി. വാ, നമുക്ക് മുറിക്കാം. അതെങ്ങനെ? അച്ഛനും അമ്മയും പറഞ്ഞു ദൈവം കൊണ്ടു തന്നാന്ന്. വാ. അച്ഛൻ, താങ്ക് യു അച്ഛൻ. ചെല്ല്, കേക്ക് മുറിക്കാൻ സമയമായി. പെട്ടെന്നില്ലേ? അതെ, അവരുടെ ദൈവം ഇപ്പൊ നീയാ. തത്വമസി. കേക്കൊന്നും അധികം കഴിക്കണ്ട. സ്വാമി 2 ദിവസമായിട്ട് വ്രതത്തില. മറ്റന്നാ പോയി മാലയിടണ്ട. സ്വാമി ശരണം. സ്വാമി ശരണം.